ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ലോങ് വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഷെയറിങ് മൈ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് അബൌട്ട് ഫൈബ്രോ അഡിനോമ, അതിൻ്റെ സർജറിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് മേ ബി ഈ സംഭവം ഉണ്ടായിരിക്കും. നോൺ വറി, എനിക്കുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ചിലപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ പാരൻ്റോ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യൂരിയസ് ആയിട്ട് ഈ ടോപ്പിക് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. മേ ബി എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. സോ ഇത് ഞാൻ എന്തൊക്കെയാണ് മനസ്സിലാക്കിയതെന്നും എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഈ സർജറി നടന്നതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് വന്നപ്പോൾ ഞാൻ ഈ സംഭവത്തിനെ കുറിച്ച് ഇങ്ങനെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ്. അങ്ങനെ കോൺഷ്യസ് ആയപ്പോഴത്തേക്കും എനിക്ക് അറിയണം ഇത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, സ്കാർ വരുമോ, അതും ഇതെല്ലാം എനിക്കറിയണം. പക്ഷെ ഞാൻ യൂട്യൂബ് അരിച്ചു പെറുക്കിയിട്ട് ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റി. ഹെൽപ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് ഈ സർജറി ചെയ്ത് കഴിഞ്ഞ ഒരാളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയറിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് ഒരു ഹിന്ദിക്കാരി ഒരു ചേച്ചിയുടെ റീലല്ല, ഫുൾ ലോങ് വീഡിയോ തന്നെ കിട്ടി. പക്ഷെ അത് ഒത്തിരി വർഷം പഴയതാണെങ്കിൽ പോലും ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് എനിക്ക് മനസ്സിലായി. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഞാൻ വീഡിയോ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സർജറിനോട് അടുത്തെത്തുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി, ഒരു ടെൻഷൻ ഇല്ലേ. അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. Hope it will be helpful for everyone for watching this video. So, first question, എന്താണ് ഫൈബ്രോ അഡിനോമ? അതിനൊരു ഡെഫിനിഷൻ. അതായത് ഇത് യങ് ഗേൾസിലാണ് കാണപ്പെടാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല വരാനായിട്ട്. അത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ട് വരുന്നതല്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഇത് യൂഷ്വലി ബിനൈൻ ആയിരിക്കും, അതായത് നോൺ ക്യാൻസറസ്. ആ ഒരു പേടി വെച്ച് ഇവിടം വരെ വീഡിയോ കണ്ട ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും പേടിക്കണ്ട, ഏകദേശം അതെന്തായാലും ബിനൈനായിരിക്കും. ഓക്കെ, പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഞാൻ മനസ്സിലാക്കിച്ചു, എപ്പോൾ കണ്ടുപിടിച്ചു, എന്താ ഞാൻ അതിന് ശേഷം ചെയ്തത്. സംഭവം ഞാൻ കണ്ടുപിടിച്ചത് 2023 എൻ്റെ എൻട്രൻസ് റിപ്പീറ്റിൻ്റെ ടൈമിലാണ്. ഞാനതങ്ങ് പക്ക സംഭവം ഇതാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ മെജോറിറ്റി അന്ന് വാട്സപ്പ് ഇങ്ങനെ റീൽസൊക്കെ, ഹെൽത്ത് റീൽസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ബ്രസ്റ്റൊക്കെ എക്സാമിൻ ചെയ്യണം, അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാനങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഓക്കെ, പക്ഷേ അന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല ഇങ്ങനെ നെക്കി ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് സോപ്പ് വെച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് ഒരു തടുപ്പ്, ഇങ്ങനെ കുറച്ച് ഫേം, അന്ന് അത്യാവശ്യം സൈസ് ഉണ്ട്, അതിങ്ങനെ കിട്ടി. ഇതൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കില്ല. അങ്ങനെ എനിക്കതൊന്ന് കറക്റ്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കതൊന്ന് തോന്നി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഏടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഏടാ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല, നിനക്ക് ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തോ പറഞ്ഞു വന്നപ്പോഴാ ഇങ്ങനെ ഒരു ചേച്ചിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ ചേച്ചി ഇന്ന പോലെ സർജറി ചെയ്ത് കളഞ്ഞു, അപ്പം നീയും ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അന്ന് ഡോക്ടറിനെ കണ്ടേക്കാം രീതി. അമ്മ അവിടെ വന്നു, എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോമൺ ആണ് സംഭവം, മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇപ്പം എൻട്രൻസ് ആയതുകൊണ്ട് സർജറി ഇപ്പം ചെയ്യാൻ നിൽക്കണ്ട, ഇവളുടെ എൻട്രൻസ് കഴിയുമ്പോൾ ചെയ്തോന്ന് പറഞ്ഞു. എൻട്രൻസ് കഴിഞ്ഞു, പക്ഷെ ചെയ്തില്ല അപ്പത്തേക്കൊന്നും. ഓക്കെ, അപ്പം എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓൾറെഡി എന്നോട് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അതിൻ്റെ സൈസ് വലുതാവുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. ഈവൻ ദോ സ്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പർപ്പസ് അയ്യോ വലുതായോ എന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് മനസ്സിലാവത്തില്ല.
പക്ഷെ നമ്മൾ തന്നെ നമ്മളെ സംശയിക്കും. എനിക്ക് അങ്ങനെയൊക്കെ വേണം കേട്ടോ. മേ ബി നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കും, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ഷുവർട്ടി ഇല്ല സംഭവം വലുതായതാണോ അതോ ചെറുതായതാണോ അങ്ങനെ. സംഭവം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെത്താനെ മാറിപ്പോവാം. എന്റത് തന്നെത്താനെ പോയില്ല. അപ്പോൾ പിന്നെ 2024 ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ തലേ ദിവസം പോയിട്ട് കിൻഡർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ എഡിസി സാറാണ് എൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്തു തന്നത്. സാറ് ഭയങ്കര നമ്മളെ കംഫർട്ട് ചെയ്ത് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടറിനോട് എനിക്ക് കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചോദിച്ച് ആൻസേഴ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു തവണ ഈ സർജറി ചെയ്തു, സംഭവം നമ്മൾ റിമൂവ് ചെയ്തു, അതിന് ശേഷം വരുമോ ഇല്ലയെന്ന് എത്ര ശതമാനം ഷുവർട്ടി ഉണ്ട്? ഡോക്ടർ പറഞ്ഞു അത് വരാം, വരാതിരിക്കാം, വന്നു കഴിഞ്ഞ് തന്നെത്താനെ പോവാം. അങ്ങനെ ഒരു ആൻസർ എനിക്ക് കിട്ടിയത്. ഇപ്പൊ വന്നില്ലേ, അപ്പൊ ചെയ്യണമല്ലോ, ആ ഒരു ഇതില് ഞാനും ഓക്കെ. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്കാർ ഉണ്ടാവും, അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനത്തെ രീതിയിൽ ഡോക്ടർ പറഞ്ഞു. എത്ര ദിവസം നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിൽ കിടക്കണം, പിന്നെ നമുക്ക് അതിനുശേഷം എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോഴത്തേക്കും സെക്കൻഡ് ടൈം സ്കാനിങ് കഴിഞ്ഞു. ഫസ്റ്റ് ടൈം 2023 എടുത്തു, 2024 സെക്കൻഡ് ടൈം സ്കാനിങ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം സ്കാനിങ്ങിൽ സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സ്കാനിൽ അത് മനസ്സിലാവും. സ്കാനിൻ്റെ എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ്. അപ്പോഴത്തേക്കും എന്തായാലും പറഞ്ഞ് എന്തായാലും വെച്ചുകൊണ്ടിരിക്കണ്ട, നമുക്കെടുത്ത് കളയാം, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അത്ര ശരിയല്ല, കാര്യം ഫ്യൂച്ചറിൽ ഇത് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. ഞാൻ അങ്ങനെ ഫ്യൂച്ചർ വരെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഇങ്ങനെയൊരു സംഭവം വെച്ചോണ്ടിരിക്കണ്ടെന്ന് മാത്രം എനിക്കറിയാവുന്നത്. ഡോക്ടർ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. സർജറിക്ക് മുന്നിലുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ച് പറയാം. സർജറിക്ക് മുമ്പ് ഒരുപാട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഒരുപാട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ്, ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ചെയ്യിപ്പിക്കുന്ന കഴിയും. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. അതായത് ഞാൻ ചെയ്തപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്തു, പിന്നെ എക്സ്റേ എടുത്തു, ECG എടുത്തു, ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ അതൊക്കെ എടുത്തു. പിന്നെ അനസ്തീഷ്യ ഡോക്ടറെ കാണുന്നൊരു ടൈമായിരുന്നു. അനസ്തീഷ്യ ഡോക്ടറെ കണ്ടു. അപ്പം ലോക്കൽ അനസ്തീഷ്യ വേണോ ജനറൽ അനസ്തീഷ്യ വേണോ എന്ന് അവിടെ വെച്ച് ഡിസ്കഷൻ ഉണ്ടായി. അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യ ആയിരിക്കും. അങ്ങനെ പറഞ്ഞ് ജനറൽ അനസ്തീഷ്യ ഫിക്സ് ചെയ്തു. ഓക്കെ, സർജറി ഡേയുടെ അന്ന് രാവിലെ മുതൽ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ, വെള്ളം കുടിക്കാം, അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി സർജറിയുടെ തൊട്ട് മുന്നിലുള്ള ആ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് പറയാം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു വെച്ചാൽ മാനസികമായിട്ട് അത്യാവശ്യം പ്രിപ്പയർ ആയിരുന്നു സർജറി ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അതായി. ഇപ്പം ഫസ്റ്റ് സർജറിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് മാറിയിട്ട് നഴ്സ് വരുന്നു. നമ്മൾ നമുക്ക് IV ക്യാനിലേക്ക് ഇട്ടായിരുന്നു. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഫോട്ടോയാണ് സൈഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ചിരിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മിന്നി മിന്നി വരാം. ആരും പേടിപ്പിക്കല്ലോ കേട്ടോ. ഇച്ചിരി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഡയറ്റീഷ്യൻ വരുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു, നഴ്സുമാർ വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സർജറിക്ക് മുമ്പ് ഒരു സ്കിൻ ട്രിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അമ്മൂട്ട് എനിക്ക് പറഞ്ഞു തന്നില്ല. സർജറിക്ക് മുമ്പ് ഞാൻ എന്താ അണ്ടർ ആംസ് ഒക്കെ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെയെന്ന് പറഞ്ഞ് ഓക്കെ ആയിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു ഷേവ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഷേവ് ചെയ്തു. അങ്ങനെയല്ല, നമുക്ക് എന്താ എങ്ങാനും യൂറിൻ ടൂർ വിടേണ്ടി വന്നാൽ അവിടെയൊക്കെ ഷേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ പിടിച്ചേച്ച് ഷേവ്. ദാറ്റ് വാസ് ദ മോസ്റ്റ് എംബാരസിങ് തിങ് എവർ ഹാപ്പൻ ടു മൈ ലൈഫ്. പക്ഷെ ആ സിസ്റ്റർ എങ്ങനെയാന്ന് വെച്ചാൽ ആൾ നമ്മളെ കംഫർട്ടബിൾ ആക്കി. ആൾ നമ്മളോട് പറഞ്ഞ്
ഫുൾ കോമഡി ആയിരുന്നു. അത് നമ്മളോട് പറഞ്ഞ ആളെത്രയോ പേരെ ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓ, അതൊരുമാതിരി ഇതായിരുന്നു. പക്ഷെ ഞാനും മനസ്സിലാക്കി അതെന്തായാലും ചെയ്യണം. എങ്ങാനും ഒരു ആവശ്യം വരാണെങ്കിൽ വേണമല്ലോ, അന്നേരം ചെയ്യാൻ പറ്റത്തുമില്ല. സോ ചെയ്തു. കഴിഞ്ഞാൽ പിന്നെ ഒരു ഡസൻ മരുന്ന് കുത്തിവെക്കലായിരുന്നു. പിന്നെ അലർജി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ചെറിയ ഡോസ് കൊണ്ടുവന്ന് സ്കിന്നിന് ഇഞ്ചക്ഷൻസ് ചെയ്തിട്ട്, അതായിരുന്നു കുറച്ച് പെയിൻഫുൾ പാർട്ട്. പിന്നെ നമ്മൾ സർജറിക്ക് മുമ്പ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡ്രസ്സിങ് അവർ തരും, അതിടണം. ഹെയർ രണ്ടിടത്തും പിന്നി കെട്ടി ക്യാപ്പ് ഇടണം, മാസ്ക് ഇടണം. എന്നിട്ട് സർജറി റൂമിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവരുന്ന സമയത്തും തൊട്ട് മുൻപ് വരെ ഞാൻ അടിപൊളിയായിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞു, അവിടെ ചെന്നു. പിന്നെ എനിക്ക് ഒന്നും മിണ്ടാനില്ല, അത്രക്ക് പേടി. അവിടെ കിടത്തി. അനസ്തീഷ്യ ഡോക്ടർ ഉണ്ടായിരുന്നു, കുറേ നഴ്സുമാരുണ്ടായിരുന്നു. അവര് ഓരോന്നൊക്കെ എടുത്തും പിടിച്ചൊക്കെ നിൽക്കുന്നു. അനസ്തീഷ്യ ഡോക്ടർ വന്നു, എല്ലാ നേരവും മരുന്ന് കുത്തിക്കിട്ട് വെക്കുന്ന പോലെ ക്യാനിൻ്റെ വഴി ഒരെണ്ണം കുത്തിക്കിട്ട് തരുന്നു. എന്നിട്ട് കവള തട്ടിട്ട് പറഞ്ഞു ഉറങ്ങിക്കോട്ടോ. പിന്നെ കവള തട്ടിട്ട് പോയാൽ ഞാൻ ഉറങ്ങുമല്ലോ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്ന് മാത്രം ഓർമ്മയുള്ളൂ. ഒരു സംഭവം ഓർമ്മയില്ല. സിനിമയില് ഞാൻ വിചാരിച്ച ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന പോലെ അങ്ങനെയൊക്കെ കാണുന്നു. അങ്ങനെ ഒന്നും കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതാ സത്യം. അത് കഴിഞ്ഞ് അപ്പം സർജറി നടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 സംതിങ്ങിനൊക്കെ കയറ്റിയതായിരുന്നു. എന്തോ 5 അടുത്തപ്പോഴത്തേക്കുമാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ അത്രയും നേരം ഇരുന്ന മുറിയിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാനിങ്ങനെ ആക്കിയിട്ട് ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഞാൻ ഇപ്പം എവിടെയാ? അപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലാണ്. അപ്പം ഞാനിങ്ങനെ പ്രോസസ്സ് ചെയ്യാം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നാണോ പിന്നാണോ? ഓ, അപ്പം സർജറി കഴിഞ്ഞു. ഞാൻ അവരോട് ഒന്നുകൂടെ ചോദിച്ചു, അപ്പം സർജറി കഴിഞ്ഞു? അവർ പറഞ്ഞു ആ കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് വിശ്വാസമാവുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഫുൾ ഇവിടെയൊക്കെ ടേപ്പ് ഇട്ട് ഒരു ഓറഞ്ച് കളർ ഒരു സംഭവമുണ്ട്. അതിന് പിക്കൊന്നും ഉണ്ടാകത്തില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. ഫുൾ ഇവിടെ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നൊരു ട്യൂബ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഡ്രെയിൻ ട്യൂബ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ. ഡ്രെയിൻ ട്യൂബ് എന്തിനു വേണ്ടി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബോഡിയിലെ ഒരു ടിഷ്യൂ മാസ് അത്രയും വലിയ സാധനം എടുത്ത് കളയാം. അപ്പം നമ്മുടെ ബോഡി അതെന്ത് ചെയ്യും? അത് ഉണ്ടാക്കി വരും. ഉണ്ടാക്കി വരുമ്പോൾ അവിടെ കുറേ ബ്ലഡ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്ന പ്രോപ്പറായിട്ട് ടിഷ്യൂ ഹീലിംഗ് നടക്കത്തില്ല. സോ ഉണ്ടാവുന്ന ബ്ലഡ് അവിടുന്ന് സക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് വാക്യൂം യൂസ് ചെയ്യുന്നത്. വാക്യൂം അല്ല, ആ ഡ്രെയിൻ ട്യൂബ്, അതായത് ശരിക്കും വാക്യൂമാണുള്ളത്. അതിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ബ്ലഡ് പേടിയുള്ളവർ ഈ ഭാഗം കാണണ്ട, അതിൽ അൺഹെൽത്തി ബ്ലഡാണ് വരുന്നത്. എനിക്ക് അത്രക്ക് വന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ സമാധാനമായി. എന്തായാലും സർജറി കഴിഞ്ഞു, ഒരു വേദന അറിയേണ്ടി വന്നില്ല, ഒന്നുമില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ലോണം ഉറങ്ങി. പിന്നെ കണ്ണു തുറന്നപ്പോൾ കട്ടിലെന്തോ അനങ്ങിയ. അവരോട് ചോദിച്ച് എപ്പോൾ റൂമിലോട്ട് മാറ്റും? റൂമിലോട്ട് മാറ്റുന്നില്ലടാ. അങ്ങനെ മനസ്സിലായിട്ടോ ഇതൊക്കെ, ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ICUലോട്ട് ഷിഫ്റ്റ് ആക്കാം. ഞാൻ ഒരുമാതിരി ഇത്ര നേരം എൻ്റെ അടുത്ത് ICU എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ ICU എന്ന് പറഞ്ഞാൽ എന്തോ ക്രിട്ടിക്കൽ പേഷ്യൻസ് പോയി കിടക്കുന്ന സ്ഥലം. അത് ആക്ച്വലി ICU അല്ല, വേറെ എന്തോ ഒരു ടൈപ്പ് സംഭവമാണ്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവരെ ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലം. അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ ഞെട്ടിയപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ്, നമ്മൾ ഉടനെ തന്നെ റൂമിലോട്ട് മാറ്റത്തില്ല, നമ്മുടെ വൈറ്റൽസ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് അറിയുകയാണെങ്കിലേ നമ്മൾ മാറ്റത്തുള്ളൂ. അപ്പം എന്തോ എന്നോട് എന്തോ 12 മണി അകത്തൊക്കെ ആയാലേ നിന്നെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്നെ ഇങ്ങനെ ഉന്തി കൊണ്ടുവന്ന് ICUവിൽ കയറ്റുന്നു, എന്നെ കിടത്തുന്നു. ഉറക്കം തീർന്നിട്ടില്ല, ഉറങ്ങി ചത്ത്, അത്ര തന്നെ പറയാം.
പിന്നെ അവിടെ കുറേ നേരം ഉറങ്ങി. കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇപ്പറയും ഇവിടെയൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ചേച്ചിമാര് കുഞ്ഞുങ്ങളുണ്ടായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു കുഞ്ഞുമകനെയൊക്കെ കൊണ്ടൊക്കെ വരും. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കഴിച്ചു കൂട്ടി, അവിടെ ഫുഡൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു കൂട്ടാൻ. അത് കഴിഞ്ഞിട്ട് അപ്പം 10 മണിയോടുകൂടി എന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് റൂമിലോട്ട് മാറ്റി. വൈറ്റൽസ് ഒന്നും കുഴപ്പമില്ല, ആൾ ഓക്കെ ആണെന്ന രീതിയിൽ പറഞ്ഞ് റൂമിൽ കൊണ്ടുവന്നു. അതുവരെ ആ ബാഗിൽ ഒട്ടും ബ്ലഡ് ഇല്ലായിരുന്നു. പക്ഷെ അവിടെ എത്താറായപ്പോഴത്തേക്കും കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. അത് പിന്നെ തെറ്റില്ല, കൊണ്ടുപോയി അവിടെ റൂമിലാക്കി. എനിക്ക് സമാധാനമായി, റൂമിൽ എത്തിയല്ലോ അങ്ങനെ. അപ്പോൾ എന്നോട് ഈ സൈഡ് വെച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നൊന്നും എല്ലാം കഴിഞ്ഞ് ഫുൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ തന്നെ പിന്നെ ഈ സൈഡ് കുറച്ച് അങ്ങനെയാണ് കിടന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഈ അനസ്തീഷ്യ നമ്മൾ എടുത്തതിൻ്റെ ആ ഒരു ഡോസ് യൂറിനിലൂടെ ആയിരിക്കണം പുറത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകേണ്ടത്. അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ കുടിക്കണം. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, തൊണ്ടയ്ക്ക് ഒരു സുഖം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അനസ്തീഷ്യയുടെ ഒരു എഫക്റ്റാണ്, അതങ്ങനെ ഉണ്ടാവും, പക്ഷേ വെള്ളം നമ്മൾ കുടിച്ചേ പറ്റും. കുറേ കുടിപ്പിച്ചു. പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് തലയൊക്കെ ചുറ്റുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ മാറിക്കിടന്ന് ഉറങ്ങി പിന്നെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചു. അപ്പൊ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു എന്താ പറയാ, ഉള്ളിലാണ് സ്റ്റിച്ച്, അതങ്ങ് സോലിബിൾ ആവുന്ന ടൈപ്പ് സ്റ്റിച്ച് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ പുറമെ എന്തോ വെട്ടിക്കൊടുക്കണം, അതങ്ങനെ പുറമെ നിൽപ്പുണ്ടായിരുന്നു. എന്നോട് അവിടെ ഒന്നും വെള്ളമാക്കണ്ട, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞത് ട്യൂബ് എടുക്കുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങനത്തെ രീതിയിൽ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെ പോയി, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ കട്ടിയുള്ള ഈതറിന്റെ പശയാണ്. ഈ ഈതറിന്റെ പശ പോകാൻ നല്ല പാടാണ്. എനിക്കെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ടൈപ്പാണ്. ഇവിടെയൊക്കെ ചെറിയ രോമാണെങ്കിൽ പോലും അത് അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് എനിക്ക് അങ്ങ് ജീവൻ പോണ വേദനയായിരുന്നു സത്യം പറയാറ്. ചിലപ്പോൾ നിൽക്ക് രോമില്ലെങ്കിൽ ഇത് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞു തുടങ്ങി. ഷേവ് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് സർജറികൾ കുറച്ച് നന്നായിരിക്കും. എന്നിട്ട് അത് ഊരിക്കളയണമായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനൊക്കെ പറഞ്ഞ് അപ്പം തൊട്ടാണ് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം സർജറിയുടെ സ്കാർ മാർക്ക് ഞാൻ അപ്പം തൊട്ടാണ് കാണാൻ തുടങ്ങുന്നത്. സംഭവം ചെയ്ത എക്സ്ട്രാക്ഷൻ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ചെയ്തതെങ്കിലും എൻ്റെ ബോഡിയിൽ ഇല്ലാത്തൊരു സംഭവം എനിക്ക് വന്നല്ലോ, അതെന്താ എനിക്ക് മാത്രം, അങ്ങനെയൊക്കെ രീതിയിലുള്ള പൊട്ട തോട്ട്സ് ആയിരുന്നു. അമ്മ എപ്പോഴും ഇങ്ങനെ സമാധാനിപ്പിക്കാൻ മാത്രം നമുക്ക് നേരമുണ്ടാകും. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എപ്പോഴും കരയും, ഉറങ്ങാൻ പോകുമ്പോഴും കരയും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ എൻ്റെ കോളേജിൽ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടായി. അപ്പോഴും ഞാൻ ആ വെക്കേഷൻ ഫുള്ള് സ്പോയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രം ആശുപത്രി അത് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ദെൻ അതിന് ശേഷം കുറച്ചൊക്കെ വിട്ട ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു കുഴിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഹീലായി. പക്ഷേ യു ക്യാൻ സീ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നോർമലി ഉള്ളതിനും സ്കാറും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ എന്നിട്ട് ഒരു ക്രീമും ഒന്നും അപ്ലൈ ചെയ്തില്ല. അതെങ്ങനെയാണോ അതങ്ങനെ തന്നെ ഇട്ടത്, ആ ഒരു രീതിയിലാണ് ഞാനത് ഇട്ടത്. രീതി എന്താണെന്ന് വെച്ചാൽ, അതായത് അധികം സ്കാർ വരാത്ത രീതിയിലാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഇപ്പം ശരിക്കും തോന്നുന്നുണ്ട്. അന്നേരം കേട്ടപ്പോഴും എനിക്ക് ഐഡിയ ഇഷ്ടമായി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൽവിയോളർ പാർട്ട് കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പം ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഒരു ചെറിയൊരു ആർച്ച് ചെയ്യുന്നു. അവിടെ നിന്ന് പോയിട്ട് ടിഷ്യൂ മാസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ആൽവിയോളർ പാർട്ടിലായതുകൊണ്ട് അത്രയ്ക്ക് വിസിബിൾ അല്ല. എന്നാൽ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ഇപ്പം സർജറി കഴിഞ്ഞതിന് ശേഷം
ഇപ്പോൾ സർജറി നടന്നത് December 3, 2024. ഇപ്പോൾ May 4, 2025. സ്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് സ്കാറിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. അവിടെ ഇരുന്നോട്ടെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്, അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ റിപ്പോർട്ട് വന്നത് ബിനൈൻ ആണെന്നാണ്. സോ എന്ന സ്കൂൾ, പക്ഷെ ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. മേ ബി നിങ്ങൾ കാണുന്ന പലർക്കും ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ കൺസേൺ. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഡിസൽ ഡോക്ടർ ആദ്യം തന്നെ അങ്ങ് തറപ്പിച്ച് പറഞ്ഞു, ഇത് ബിനൈനാണ്, ഇത് അതല്ല, ഉറപ്പാണെന്ന രീതിയിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ, അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അത്രയും കോൺഫിഡൻസി പറയുമ്പോൾ ഐ തിങ്ക് അത് ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. പിന്നെ സർജറി സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നമ്മളെ കാര്യമൊക്കെ നോക്കി എല്ലാത്തിനും അമ്മയായിരുന്നു മെയിനായിട്ട്. പിന്നെ നമ്മൾ കെയർ ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. സർജറി സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര ആൾക്കാർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. റിയലായിട്ട് എല്ലാവരും ഒരു സർജറി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ജേർണി ഓഫ് ഫൈബ്രോ അഡിനോമ ബ്രസ്റ്റ് ലംപ് റിമൂവൽ. അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന്, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ടൈപ്പ് ആൻസേഴ്സ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കമൻറ്റ് സെക്ഷനിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.